എന്നാൽ കാലത്തിന് ദിശ മാറ്റിയവർ ഒരിക്കലും മറക്കപ്പെടുന്നുമില്ല. ഇരുട്ടിനെ കുറ്റപ്പെടുത്താതെ വെളിച്ചം തെളിയിക്കാൻ ധൈര്യം കാണിച്ചവരാണ് യഥാർത്ഥ ചരിത്രം എഴുതിയത്. അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടും അജ്ഞാനം ബന്ധനമായിരുന്നിട്ടും സ്വപ്നങ്ങൾ മങ്ങിപ്പോയിരുന്ന ആ കാലത്ത് അക്ഷരങ്ങളെ ശക്തിയാക്കി യുവമനസ്സുകൾക്ക് ചിറക് നൽകിയ ഒരു പുരോഹിതനുണ്ടായിരുന്നു, ചാവറയച്ചൻ, വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. വിദ്യാഭ്യാസം, മൂല്യങ്ങൾ, മനുഷ്യസ്നേഹം ഇവയെ ആയുധമാക്കി കാലത്തെ മാറ്റിയ അദ്ദേഹം പ്രാർത്ഥനയാൽ ശക്തൻ, ശിക്ഷണത്താൽ ഉറച്ചവൻ, സേവനത്തിൽ ഒരു മഹാൻ. ആ പുരോഹിതൻ സ്വന്തം ജീവിതപാത നമുക്ക് മുന്നിൽ കാണിച്ചു തന്നു. ആ വെളിച്ചം ഇന്ന് നമ്മളെ മുന്നോട്ട് നയിക്കുന്നു. ആ ജ്വാല ഇന്നും നമ്മുടെ ഹൃദയങ്ങളിൽ അണയാതെ നിൽക്കുന്നു. വിശുദ്ധ ചാവറത്താനൻ അരുളിയ മാനവ സ്നേഹോജ്വലനം, ആത്മീയതയുടെ ജ്വലനം, അനുപതമഭയം സദയം പകൽ അരൂപിതൻ പ്രതിഫലനം, ജ്വലനം, അനുപതമഭയം സദയം പകൽ അരൂപിതൻ പ്രതിഫലനം, ജ്വലനം. അമ്മേ, ഇന്ന് സ്കൂളിൽ ചാവറ ഡേ സെലിബ്രേഷൻ ആണ്. ഒത്തിരി പ്രോഗ്രാമുകൾ ഉണ്ടെന്നാ സാർ പറഞ്ഞത്. ഓ ശരിയാണല്ലോ, ജനുവരി 3 വിശുദ്ധ ചാവറ അച്ഛന്റെ ദിനം. അതൊന്നും അറിയില്ല. ഇന്ന് ചാവറ ഡേ ആണ്. അതേപോലെ ഇന്ന് വിശുദ്ധനായ ചാവറ അച്ഛന്റെ ഓർമ്മദിനമാണ്. അമ്മേ, ഈ ചാവറയച്ചൻ അത്ര വലിയ ആളായിരുന്നു? അതേപോലെ വളരെ വലിയ വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം നമുക്കൊരു വെളിച്ചമായിരുന്നു. വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചം കേരളീയർക്ക് സമ്മാനിച്ച ഒരു പുണ്യ പുരോഹിതൻ. എന്നിട്ടോ? പറയാൻ പോലെ കൈനിയിലെ ചാവറ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ബാല്യകാലം മുതൽ തന്നെ ദൈവഭക്തിയും പഠന താല്പര്യവും അദ്ദേഹത്തിൽ വ്യക്തമായിരുന്നു. കോളറ എന്ന മഹാമാരിയെ നാട് നേരിട്ട കാലത്താണ് അദ്ദേഹം വളർന്നത്. ആ കാലത്തിലെ ദുരിതങ്ങളും മരണങ്ങളും അദ്ദേഹത്തെ ഏറെ സ്വാധീനിച്ചു. ഇതിലൂടെ മനുഷ്യവേദനയെ അടുത്തറിഞ്ഞ മനസ്സാണ് മോളെ അദ്ദേഹത്തിൽ രൂപപ്പെട്ടത്. നമ്മൾ കോവിഡ് എന്ന മഹാമാരിയെ നേരിട്ടതുപോലെ അല്ലേ അമ്മേ? അതേ മോളെ, അതുപോലെ തന്നെ.
മാതാപിതാക്കളുടെയും സഹോദരന്റെയും വേർപാട് ആ നഷ്ടങ്ങൾ അദ്ദേഹത്തെ തകർത്തില്ല. മറിച്ച് ദൈവത്തിലേക്കുള്ള സമർപ്പണവും മനുഷ്യ സ്നേഹവും കൂടുതൽ ആഴപ്പെടുത്തി. കഷ്ടം. അനാഥത്വം, രോഗങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എല്ലാം ഒരുമിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. എന്നിരുന്നാലും വേദനയെ സേവനമാക്കി മാറ്റിയതാണ് ചാവറ അച്ഛന്റെ മഹത്വം. ഈ പ്രയാസകാലങ്ങൾ തന്നെയാണ് അദ്ദേഹത്തെ വിദ്യാഭ്യാസത്തിന്റെ വഴികാട്ടിയായി, സമത്വത്തിന്റെ സന്ദേശവാഹകനായി, സാമൂഹിക പരിഷ്കർത്താവായി മാറ്റിയത്. മോളെ, അതുകൊണ്ടാണോ നമ്മുടെ സ്കൂളിന് ഈ പേര് നൽകിയിരിക്കുന്നത്? അതേ മോളെ, ചാവറ സ്കൂൾ മാത്രമല്ല, ഇന്നീ കേരളത്തിൽ കാണുന്ന നിരവധി സ്കൂളുകളും പഠന അവസരങ്ങളും വിദ്യാഭ്യാസ സമത്വവുമെല്ലാം ചാവറ അച്ഛന്റെ സ്വപ്നങ്ങളും പരിശ്രമങ്ങളും കൊണ്ടാണ് ഉണ്ടായത്. അതെല്ലാം അങ്ങനെ പറയുന്നേ? എങ്ങനെയാണ് ചാവറയച്ചൻ അത്ര വലിയ മാറ്റം കൊണ്ടുവന്നത്? അതുണ്ടല്ലോ മോളെ, പണ്ട് കാലത്ത് വിദ്യാഭ്യാസം എന്നത് ഉയർന്ന ജാതിക്കാർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെൺകുട്ടികൾക്കും താഴ്ന്ന ജാതിക്കാർക്കും പഠിക്കാനുള്ള അവകാശം പോലും ഇല്ലായിരുന്നു. അന്ന് ആരും ശബ്ദിക്കാൻ ധൈര്യമില്ലാത്ത സമയത്താണ് ചാവറ അച്ഛൻ അവർക്ക് വേണ്ടി ശബ്ദമുയർത്തിയത്. അതുപോലെ മോളെ, നമ്മുടെ CMI സഭയും CMC സഭയും സ്ഥാപിച്ചത് ചാവറ അച്ഛനാണ്. അതുമാത്രമല്ല മോളെ, അദ്ദേഹം നല്ല കുടുംബങ്ങൾ രൂപപ്പെടണമെന്ന ലക്ഷ്യത്തോടെ സ്വന്തം ജീവിതത്തിലൂടെ പഠിപ്പിച്ച മൂല്യങ്ങളും ഉപദേശങ്ങളും ചാവറയിൽ ആയ ജനങ്ങൾക്ക് നൽകി. ആ ഉപദേശങ്ങൾ പിന്തുടർന്നപ്പോൾ നല്ല കുടുംബങ്ങൾ വളർന്നു വന്നു. അതിലൂടെ ഒരു നല്ല സമൂഹം തന്നെ രൂപപ്പെട്ടു. ഇനി മോൾക്കറിയാമോ, ജാതി മത വർഗ വർണ്ണ ഭേദമില്ലാതെ വിദ്യാഭ്യാസം എല്ലാവർക്കും അവകാശമാണെന്ന ദർശനം ചാവറ അച്ഛൻ സ്ഥാപിച്ച സംസ്കൃത പള്ളിക്കൂടത്തിലൂടെ യാഥാർത്ഥ്യമാക്കി. സംസ്കൃത പള്ളിക്കൂടമോ? അതേ മോളെ, പണ്ടുകാലത്ത് ഉയർന്ന ജാതിക്കാർക്ക് മാത്രമേ പഠിക്കാൻ അനുവാദമുണ്ടായിരുന്നുള്ളല്ലോ. എന്നാൽ ചാവറ അച്ഛൻ സ്ഥാപിച്ച സംസ്കൃത പള്ളിക്കൂടത്തിൽ എല്ലാവരെയും ഒരുപോലെ പഠിപ്പിച്ചു. താഴ്ന്ന ജാതിക്കാരും ഉയർന്ന ജാതിക്കാരും ഒക്കെ ഒരുപോലെ. വിദ്യ എല്ലാവർക്കും ഉള്ളതാണ്. ജാതിയും പദവിയും സമ്പത്തും ഒന്നും പഠനത്തിന് തടസ്സമാവരുത്. ഈ ചിന്തയാണ് ചാവറ അച്ഛന്റെ സംസ്കൃത പള്ളിക്കൂടത്തിന്റെ അടിസ്ഥാനം.
സംസ്കൃത വിദ്യാലയമുയർത്തി സംസ്കാരമൊന്നായി പങ്കിടാനാദ്യത്തെ സംസ്കൃത വിദ്യാലയമുയർത്തി ജാതി മതഭേദമന്യേ വിദ്യാർത്ഥികൾ വേദഭാഷയഭ്യസിച്ചു. തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓ, ഇപ്പോഴാ ഓർത്തത്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. മോൾക്കറിയാമോ, വിദ്യാഭ്യാസം സമൂഹത്തെ മാറ്റുമെന്ന് വിശ്വസിച്ച ചാവറ അച്ഛന്റെ ദീർഘവീക്ഷണത്തിന്റെ ഏറ്റവും ശക്തമായ തെളിവാണ് മാന്നാനത്ത് അദ്ദേഹം സ്ഥാപിച്ച അച്ചടിശാല. അച്ചടിശാലയോ? അതെന്താ അമ്മേ? അതായത് മോളെ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പ്രിന്റിംഗ് പ്രസ്. നമ്മുടെ പാഠപുസ്തകങ്ങൾ, പ്രാർത്ഥനാ പുസ്തകങ്ങളൊക്കെ പ്രിന്റ് ചെയ്തുണ്ടാക്കുന്ന സ്ഥലം. അപ്പോൾ എല്ലാവർക്കും പുസ്തകങ്ങൾ കിട്ടാൻ സഹായിച്ച സ്ഥലം അല്ലേ അമ്മേ? അതെ അതെ, അക്ഷരങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കാൻ ചാവറ അച്ഛൻ തുടങ്ങിയ ഒരു വലിയ വിപ്ലവം തന്നെയായിരുന്നു അത്. അച്ചടിശാലയായി മാനത്തുന്നിലും അറിവിന്റെ സൂര്യൻ ഉദിച്ചു നിന്നു. അക്ഷരം ജ്വലിച്ചു, തൂലിക ചലിച്ചു, വാക്കുകൾ പൂക്കളായി വിരിഞ്ഞു. മലയാള നാടകമാദ്യരംഗം ആദ്യമായ ഖണ്ഡകാവ്യകുണ്ടം. ഒരു പള്ളിക്കൊരു പള്ളിക്കൂടം നിറഞ്ഞപ്പോൾ ഇരുളിന്റെ ഇതളുകൾ അടർന്നു വീണു. നിറമല്ല തിരയല്ല മാനവ സ്നേഹത്തിൻ നിറവാണു വിദ്യയെന്നോദിയോടെ. പുതുജീവനേകി കേരള ഭൂമിയിലെ പൊതുസമൂഹത്തിന്റെ സൃഷ്ടാവു നീ. ഇവിടെ പൊതുസമൂഹത്തിന്റെ സൃഷ്ടാവു നീ. മോൾക്ക് മനസ്സിലായോ? അക്ഷരങ്ങളിലൂടെ വിപ്ലവം സൃഷ്ടിച്ച ഈ മഹാത്മാവിനെ, അക്ഷരങ്ങളെ ആയുധമാക്കി സമൂഹത്തെ പുനരുദ്ധരിച്ച നമ്മുടെ ചാവറ അച്ഛനെ. ഇപ്പോഴാണമ്മേ എനിക്ക് ശരിക്കും മനസ്സിലായത് നമ്മുടെ ചാവറയച്ചൻ ആരായിരുന്നു എന്ന്. അതുകൊണ്ടാണ് മോളെ, ചാവറ അച്ഛന്റെ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുകയും അത് വരും തലമുറയ്ക്ക് പകർന്നു നൽകുകയും ചെയ്യുന്ന ഈ ചാവറ സ്കൂളിൽ തന്നെ നിന്നെ ചേർത്തത്. ശരിയമ്മേ, ഇപ്പോൾ എനിക്കറിയാം ചാവറയച്ചന്റെ പേര് ഒരു സ്കൂളിന്റെ പേരില്ല, ഒരു നല്ല മനുഷ്യനായി തീരാൻ പഠിപ്പിക്കുന്ന വഴിയാണ്. ശരിയമ്മേ, ഞാൻ സ്കൂളിൽ പോയി ചാവറ ഡേ സെലിബ്രേഷനിൽ പങ്കെടുത്തു വരാം. ശരി മോളെ, ചാവറ അച്ഛന്റെ വെളിച്ചം മുന്നിലും തിളങ്ങട്ടെ.
ചാവറയച്ചന്റെ ദർശനം ഒരിക്കലും പഴകിയില്ല. അദ്ദേഹം തെളിയിച്ച വിളക്ക് തെളിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ വിദ്യാലയങ്ങളിൽ, നമ്മുടെ മൂല്യങ്ങളിൽ, നമ്മുടെ ജീവിതങ്ങളിൽ അക്ഷരങ്ങൾ മനുഷ്യനെ ഉയർത്താനും ശിക്ഷണം ജീവിതത്തെ ദൃഢമാക്കാനും സേവനം മനുഷ്യനെ മഹാനാക്കാനും കഴിയുമെന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു. ഇന്ന് ആ ദർശനം കൈമാറേണ്ട ഉത്തരവാദിത്വം നമ്മുടെ കൈകളിലാണ്. ചാവറയച്ചൻ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച വ്യക്തിയല്ല, കാലത്തെ അതിജീവിച്ച ഒരു ദർശനമാണ്. അക്ഷരങ്ങളിലൂടെ വെളിച്ചവും മൂല്യ